നമസ്കാരം. ശ്രീകൃഷ്ണ കഥാമൃതം ഭാഗം 570. ഓം ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വതേ സ്വാഹ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീ രംഗനാഥശർമ്മണേ നമഃ. നാരായണ 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 നാരായണ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമഃ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ശ്രീകൃഷ്ണ കഥാമൃതം ഭാഗം 570. ലീലാകാന്ഡം. അതിൽ 61-ാം സർഗം. 61-ാം സർഗം വർഷകാല വർണ്ണനം. അതിൽ 33-ാമത്തെ ശ്ലോകമാണ് പറഞ്ഞു നിർത്തിയത്. എന്നാലും കാറ്റിനാൽ മേഘം വേണ്ടേടം പെയ്തു ജീവനം നല്ലോരോതും വിധം ഭൂഭൻ ദ്രവ്യം നാട്ടിന്നു പോലവേ. വലിയ ഒരു ആശയമാണ് ഇവിടെ വിനിമയം ചെയ്തത്. എന്നാലും കാറ്റിനാൽ മേഘം വേണ്ടയിടം പെയ്തു ജീവനം. അതായത് സജ്ജനങ്ങളുള്ള സ്ഥലത്ത് മഴ പെയ്ത് ജീവിതോപാധിയായിരിക്കുന്ന ഭൂമിയിലെ അമൃതമാകുന്ന ജലത്തിനെ കൊടുത്തു. അതേതുപോലെ നല്ലോരോദമ്മിതം ഭൂപൻ, നല്ല ആൾക്കാർ പറയുന്ന മാതിരി രാജാവ് പുരോഗമനങ്ങൾ ചെയ്യുന്ന പോലെ ദ്രവ്യം നാട്ടിന്നു പോലവേ എന്ന് പറഞ്ഞ് നിർത്തി. ഇന്ന് 34-ാമത്തെ ശ്ലോകമാണ് തുടങ്ങേണ്ടത്. ഈ വണ്ണം ഈത്തപ്പഴവും മറ്റും തെങ്ങുന്ന കാടതിൽ കളിപ്പാൻ ചെന്നു ചങ്ങാതിമാരോടൊപ്പം ബലാനുജൻ. ബലരാമൻ്റെ അനുജനായിരിക്കുന്ന ശ്രീകൃഷ്ണനോടുകൂടി ഈത്തപ്പഴവും മറ്റും തിങ്ങി നിൽക്കുന്ന കാടതിൽ കളിപ്പാൻ ചെന്നു. അപ്പോൾ ഒരു കാലത്ത് ഇന്ത്യയുടെ വിസ്താരം എത്രയാണെന്ന് പറയാൻ പറ്റില്ല, അത്ര വലുതാണ്, മനസ്സിലായില്ലേ? അപ്പോൾ ഈത്തപ്പഴം ഉള്ള കാലം പിന്നെ കാടുകളും ഇന്ത്യയിലുണ്ട്. അപ്പോൾ അകിടിൻ്റെ കനം മൂലം പിന്നിലാം പൈക്കളൊക്കെയും. എന്താ അത്? കുട്ടികൾ നടക്കുന്ന സ്പീഡിൽ പശുക്കൾക്ക് നടക്കാൻ പറ്റുന്നില്ല. കാരണം അകിടിൻ്റെ ഖനം, അതായത് പാല്, അത്രയും പാല് കെട്ടിക്കിടക്കുകയാണ്. അതുകൊണ്ട് അകിടിൻ്റെ കനം മൂലം പിന്നിലാം പൈക്കളൊക്കെയും പാലും ചുരത്തിയൊപ്പം പാഞ്ഞെത്തി നാഥൻ വിളിക്കവേ. ആരാ നാഥൻ? ഭഗവാൻ. എല്ലാവരുടെയും പശുപതി എന്ന ഒരു നാമം ഈ പരമശിവനുണ്ട്. പക്ഷേ ഭഗവാൻ ശ്രീകൃഷ്ണൻ അല്ലെങ്കിൽ ഭഗവാൻ ശ്രീഹരി ഈ ലോകത്തിലുള്ളവരുടെ എല്ലാവരുടെയും പരിപാലനകർത്താവാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ പാലും ചുരത്തിയൊപ്പം പാഞ്ഞെത്തി നാഥൻ വിളിക്കവേ. അപ്പോൾ പിന്നിൽ മെല്ലെ നടന്നു വരുന്നതായ പശുക്കളുടെ ഓരോരുത്തരുടെയും ചിലരുടെ പേരുകൾ എടുത്ത് ഭഗവാൻ വിളിച്ചപ്പോൾ ഓടാൻ തുടങ്ങിയവർ ഭഗവാന്റെ ഒപ്പെത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഓടുന്ന വ്യായാമത്തിൽ അകിടിൻ്റെ വ്യായാമം കാരണം പാല് താഴ്ത്ത് വീഴാൻ തുടങ്ങിയെന്നർത്ഥം. ഭൂമിക്കൊരു അഭിഷേകമായി അത്, മനസ്സിലായില്ലേ? അപ്പോൾ ഒച്ചയേറിയ നീർച്ചാട്ടം പഴം തൂങ്ങും പലേ മരം. അപ്പോൾ അവിടെ എന്തൊക്കെയുണ്ട്? ഒച്ചയേറിയ നീർച്ചാട്ടം, വെള്ളച്ചാട്ടങ്ങളുണ്ട്. പഴം തൂങ്ങും പലേ മരം, കുന്നും ഗുഹകളും മറ്റും കണ്ടു മോദിച്ചു മാധവൻ. കുന്നും ഗുഹകളും മറ്റും കണ്ടു മോദിച്ചു മാധവൻ. മഴയത്തു ഗുഹയ്ക്കുള്ളിൽ അല്ലലെന്നാലാൽ ചുവട്ടിലും. മഴയത്ത് ഗുഹയ്ക്കുള്ളിൽ അല്ലലെന്ന് ആൾ ചുവട്ടിലും. അതായത് ഗുഹയിൽ മഴ പെയ്യുമ്പോൾ പ്രശ്നമില്ല, അതായത് കാറ്റും ഉണ്ടാവില്ല, വെള്ളവും ഉണ്ടാവില്ല, അതായത് മഴ പൂത്താലടിക്കില്ല. ഒരു ഭാഗമേ ഓപ്പണിംഗ് ഉണ്ടാവുള്ളൂ ഇതിവിടെ ഗുഹയ്ക്ക്. അപ്പോൾ 3 ഭാഗം എന്താ പറയുക, പാറകളാൽ മറയ്ക്കപ്പെട്ടിട്ടുണ്ടാവും. അപ്പോൾ മഴയത്ത് ഗുഹയ്ക്കുള്ളിൽ അല്ലലെന്നാൽ ആൾ ചുവട്ടിലും, അതായത് എവിടെ വേണമെങ്കിലും ആൾ ചുവട്ടിലാവാം അല്ലെങ്കിൽ ഗുഹയിലാവാം. അമരേത്തുകഴി ചേടും പഴവും മറ്റും ഈശ്വരൻ. അമൃതേത്ത് എന്നാണ്, അമരേഴ്ത്ത് എന്നാണ് ശരിക്കുള്ള ഭാഷ. അപ്പോൾ അത് നാടൻ ഭാഷയിൽ അമൃതേത്തായിട്ട് മാറിയെന്ന് മാത്രം.
തൈർച്ചോർ കൊണ്ടുവന്നുള്ളതാറ്റിൻ തൊട്ടുള്ള പാറയിൽ തൈർച്ചോറ് പൊതിഞ്ഞു കൊണ്ടുവന്നിട്ടുണ്ട്. തൈർച്ചോർ കൊണ്ടുവന്നുള്ളത് ആറ്റിൻ തൊട്ടുള്ള പാറയിൽ, ആറ്റിൻ തൊട്ടുള്ള അതായത് നദിയിലിറങ്ങി കൈകാല് കഴുകാനും മുഖം കഴുകാനുള്ള സൗകര്യം. അപ്പോൾ ആറ്റിൻ തൊട്ടുള്ള പാറയിൽ അവരെന്ത് ചെയ്തു? ഊണ് കഴിക്കാനൊക്കെ ഇരുന്നു. അമ്പാർന്നെല്ലാവരോടും ചേർന്നിരുന്നുണ്ണും മഹാപ്രഭു. സ്നേഹം കൊണ്ട് ആരുടെയൊക്കെ അടുത്തിരുന്നിട്ടാണ് കഴിക്കേണ്ടത് എന്നറിയാതെ ഉണ്ടായി. അപ്പോൾ കുറച്ച് നേരം ഇവിടെ ഇരിക്കും, കുറച്ച് നേരം അവിടെ ഇരിക്കും, അങ്ങനെ എല്ലാവരെയും സുഖിപ്പിച്ചുകൊണ്ട് ആനന്ദിപ്പിച്ചുകൊണ്ട് എന്നർത്ഥം പറയണം. മനസ്സിലായില്ലേ? അമ്പാർന്നെല്ലാവരോടും ചേർന്നിരുന്നുണ്ണും മഹാപ്രഭു. വേണ്ടത്ര പുല്ലുമേഞ്ഞ് അമ്പാൽ തണലിൽ പൈക്കളൊക്കെയും. വേണ്ടത്ര പുല്ലുമേഞ്ഞ് അതായത് പശുക്കളെ അവർ എന്താണെന്നാ പറയുക, പുല്ലുകൾ എടുത്ത് കഴിക്കും. പുല്ലുകൾ കഴിക്കും. എന്നിട്ടോ ഒരു ഭാഗത്ത് കിടന്ന് അയവറക്കാൻ തുടങ്ങും. വയറ് നിറഞ്ഞാലേ അയവറക്കാൻ തുടങ്ങുള്ളൂ. അയവറക്കുക എന്ന് പറഞ്ഞാൽ അകത്തുള്ളതിനെ കുറേശ്ശെ തേട്ടി കൊണ്ടുവന്ന് അണപ്പല്ലുകളിലിട്ട് അരച്ച് കുറച്ച് പതൊക്കെ പുറത്ത് പോവും. ബാക്കിയുള്ളതൊക്കെ അവർ കഴിക്കും. ഇതെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കണം. അപ്പോൾ വേണ്ടത്ര പുല്ല് മേഞ്ഞ് അമ്പാൽ തണലിൽ പൈക്കളൊക്കെയും കിടന്ന് അയവിറക്കിയിടും. ഐ ആം സോ ഹാപ്പി. കാരണം ഞാൻ അതായത് ഇതാണ് ഈ ഒരു കണ്ടൻമെൻറ്റ് എന്ന് പറയും. കണ്ടൻമെൻറ്റ്, സാറ്റിസ്ഫാക്ഷൻ. എന്താ നമ്മൾ ഇതിലുള്ള കാര്യങ്ങൾ പറയാൻ നമ്മളെ കൊണ്ട് സാധിക്കുക. പിന്നെ അതിനെന്ത് വേണം? ഒരു ജനറൽ എക്സ്പീരിയൻസ് വേണം. പശുക്കളെ മേച്ചിട്ടുള്ളത്, പശുക്കളെ വളർത്തിയിട്ടുള്ള ഒരു താല്പര്യം ഉണ്ടാവണം. അതുകൊണ്ടാണ് വേണ്ടത്ര പുല്ലുമേഞ്ഞമ്പാൽ തണലിൽ പൈക്കളൊക്കെയും കിടന്ന് അയവിറക്കിയിടും കൺകളും ചിമ്മിയങ്ങനെ. അപ്പോൾ അവർ അയവിറക്കുമ്പോൾ എന്ത് ചെയ്യും? കണ്ണ് ചിമ്മും. കണ്ണ് ചിമ്മുന്നത് അത് രസമാണ്. അപ്പോൾ കൺകളും ചിമ്മിയങ്ങിനെ അതുവിധം ഉലകിലെത്രയും പുതുമ വളർത്തിയ കാന്തിയിൽ. അതുവിധം ഏതുവിധം? ഈ മേൽ പറഞ്ഞ പ്രകാരം അതുവിധം ഉലകിങ്കൽ എത്രയും പുതുമ വളർത്തിയ വർഷകാന്തിയിൽ. വർഷകാന്തി എന്ന് പറഞ്ഞാൽ എന്താ? മഴ. അതായത് ഈ മഴ പെയ്യാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ പുല്ലുകളൊക്കെ സമൃദ്ധമായിട്ട് വളരും. അപ്പോൾ എന്താണെന്നാ പറയുക, ഈ പൂക്കളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും. പുതുമ വളർത്തിയ വർഷകാന്തിയിൽ മധിരിപു നിജശക്തിതൻ മഹാചതുരത കണ്ടു തെളിഞ്ഞു മേവിനാർ. മധിരിപു എന്ന് പറഞ്ഞാൽ മധു എന്ന അസുരൻ്റെ ശത്രുവായിരിക്കുന്ന ഭഗവാൻ നിജശക്തിതൻ, സ്വന്തം ശക്തിയിൽ നിജശക്തിതൻ മഹാചതുരത കണ്ടു തെളിഞ്ഞു മേവിനാൻ. ഇത് ശ്രീകൃഷ്ണകഥാമൃതേ കലികൽമഷനാശനേ ലീലാകാണ്ഡേ ഷഷ്ടിതമസർഗഃ സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. അത് കഴിഞ്ഞ് 62-ാം സർഗം. 62-ാം സർഗം പറയുന്നത് ശരൽക്കാല വർണ്ണനം. അതായത് മഴക്കാലം കഴിഞ്ഞാൽ പിന്നെ ഉണ്ടാവുന്ന ശരൽക്കാലത്തെ പറ്റിയിട്ടാണ് പ്രതിപാദിക്കുന്നത്. അതെന്താ? ഒന്നാമത്തെ ശ്ലോകം പറയുന്നു, ഈ വണ്ണം രാമകൃഷ്ണന്മാർ ഗോകുലത്തിൽ വിളങ്ങവേ. ഗോകുലത്തിൽ ജീവിച്ചു വരുന്ന സമയത്ത് ഈ വണ്ണം രാമകൃഷ്ണന്മാർ ഗോകുലത്തിൽ വിളങ്ങവേ കാർക്കുന്തളം ശരല്ലക്ഷ്മി യൊതുക്കി കെട്ടിമെല്ലവേ. കാർക്കുന്തളം, തലമുടിയൊക്കെ ഒന്ന് അഴിഞ്ഞു ഭഗവാന്റെ. അപ്പോൾ ഭഗവാൻ എന്ത് ചെയ്തു? അതൊക്കെ നന്നായിട്ട് ചീന്തി കെട്ടി വെക്കാൻ തുടങ്ങി. കാർക്കുന്തളം ശരല്ലക്ഷ്മി ഒതുക്കി കെട്ടി മെല്ലവേ തൂവെണ്ണിലാവാൽ കളപം. വെണ്ണിലാവാൽ അതായത് കുറേ ചന്ദ്രൻ ഉദിക്കാൻ തുടങ്ങി ശരത്കാലത്ത്. അപ്പോൾ ചന്ദ്രൻ ഉദിക്കാൻ തുടങ്ങിയപ്പോൾ ആവാൽ കളഭം പൂശി നക്ഷത്രമാലയും. നക്ഷത്രങ്ങൾ എന്ത് ചെയ്തു? ശോഭിക്കാൻ തുടങ്ങി. അപ്പോൾ അവിടെ ഒരു ഉപമ പറഞ്ഞു, കളഭം പൂശിയെന്ന്. കളഭം പൂശ അതായത് ഉദിച്ചു വരുന്ന ചന്ദ്രന് ഒരു പൊൻനിറാണ് ഉണ്ടാവുക.
ആ പൊന്നിറം കൊണ്ട് ശോഭിക്കപ്പെട്ട നക്ഷത്രങ്ങൾ തൂവെണ്ണിലാവാൽ കളവം പൂശി നക്ഷത്രമാലയും ചാർത്തി തെളിഞ്ഞു നിന്നേറെ സേവിച്ചാൾ വിശ്വനാഥനെ. ആരെ? ഭൂമി പുതു വസ്ത്രം ഒക്കെ ഉടുത്ത്, അങ്ങനെ കാവ്യഭാഷയിൽ എന്ത് വേണമെങ്കിലും പറയാലോ. അപ്പോൾ തൂവെണ്ണിലാവാൽ കളവം പൂശി നക്ഷത്രമാലയും ചാർത്തി തെളിഞ്ഞു നിന്നേറെ സേവിച്ചാൾ വിശ്വനാഥനെ. ആരാ വിശ്വനാഥൻ? ഭഗവാൻ ശ്രീഹരി അല്ലെങ്കിൽ ശ്രീകൃഷ്ണൻ. വിൺതട്ടിലെങ്ങും കാർ നീങ്ങി, ആകാശത്ത് മുഴുവൻ കാർമേഘം നീങ്ങി. വിൺതട്ടിലെങ്ങും കാർ നീങ്ങി വീശി വാർതെന്നൽ മെല്ലവേ. വാർതെന്നൽ ചെറുതായിട്ടൊരു മന്ദമാരുതനൊക്കെ തുടങ്ങി. മെല്ലവേ കാമാദികളക കാമ്പിൽ അകന്ന ആത്മാവ് പോലവേ. എടുത്ത പൊന്താത്ത ഉപമയാ. കാമാദികൾ അകക്കാമ്പിൽ അകന്ന ആത്മാവ് പോലവേ. അതായത് മനസ്സിൽ തൂമ്പെടുക്കുന്ന കാമാദികൾ, കാമക്രോധ മത മത്സര ലോഭ ഭയാദികൾ ആത്മാവിനെ മറയ്ക്കണമെന്നാണ്. അപ്പോൾ നമ്മൾ ഈ ലൗകികമായിട്ടുള്ള കാര്യങ്ങളിൽ അതീവ ശ്രദ്ധ കാണിച്ചാൽ ആത്മാവിനെ മറയ്ക്കും. അത് നമ്മൾക്കൊരു വിനയായിട്ട് വരും. അപ്പോൾ കാമാദികളകക്കാമ്പിൽ അകന്ന ആത്മാവ് പോലവേ തണ്ടാർ വിരിഞ്ഞു മുൻമട്ടിൽ. താമരകളൊക്കെ പിന്നെ എന്താണെന്നാ പറയുക, മുട്ടുകൾ വിടരാൻ തുടങ്ങി. തണ്ടാർ വിരിഞ്ഞു മുൻമട്ടിൽ തെളിഞ്ഞു ജലമെത്രയും. അപ്പോൾ ഈ താമര വളയുമ്പോൾ എന്തുണ്ടാവും? വെള്ളം കലക്കം മാറും. ഞാൻ ഒരു പ്രത്യക്ഷ എക്സ്പീരിയൻസ് ചെയ്യുന്ന ആളാണ്. കാരണം വീട്ടിൽ ഒരു 8-10 പാത്രത്തിൽ താമരയുണ്ട്. വലിയ ടയറിൻ്റെ 2 പാത്രമുണ്ട്, പിന്നെ ചെറിയൊരു ടയറുണ്ട്, പിന്നെ വലിയ ടയറിനെ പോലെ തന്നെ വലിയ വായ്വണ്ണമുള്ള 80 ലിറ്റർ വെള്ളം കൊള്ളുന്ന 3 ടബ്ബ് വേറെയുണ്ട്. പിന്നെ ചെറുതും വലുതായിട്ടൊരു 8-10 വേറെ പ്ലാസ്റ്റിക്കിൻ്റെ. അപ്പോൾ ഒരേ സമയത്ത് ഒരു 10-12 പിന്നെ താമര മുട്ടുകളൊക്കെ ഉണ്ടാവും. അതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ നേട്ടം, അല്ലാണ്ട് ബാങ്ക് ബാലൻസ് അല്ല. താമര വളർത്തുക. നമ്മുടെ നാഗക്ഷേത്രത്തിൽ ഈ സപ്താഹത്തിന് കൊണ്ടുപോയ ശ്രീകൃഷ്ണൻ്റെ മൂർത്തി പ്രഭാമണ്ഡലത്തോടു കൂടി കൊടയ്ക്കായിട്ട്, പിന്നെ നവാഹത്തിന് പോകുമ്പോൾ ഉപയോഗിക്കുന്ന കണ്ണാടി ബിംബം, പിന്നെ ശിവപുരാണത്തിന് പോകുമ്പോഴത്തെ ശിവലിംഗം, അതുകൂടാതെ കണ്ട് പിന്നെ വീട്ടിൽ ഒരു എന്താണെന്നാ പറയുക, പിന്നെ 1008 നാളികേരം എറിഞ്ഞിട്ട് ഒരു ഭഗവാൻ പരമശിവൻ സന്തുഷ്ടഹൃദയനായിട്ട് കാട്ടാളവേഷധാരിയായിട്ട് അർജുനന് പാശുപതാസ്ത്രം കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ആ രൂപം, അതായത് കാടവേഷത്തിൽ. വേട്ടയ്ക്കൊരു ഹരൻ എന്ന് പറയും, വേട്ടയ്ക്കൊരു മകൻ എന്ന് പറയും, എങ്ങനെയായാലും കുഴപ്പമില്ല. അപ്പോൾ അതിൻ്റെ വലിയൊരു ചുരിക എന്നാ പറയുക, ഒരു ആയുധം, അതൊക്കെ അവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഞാൻ എന്ത് ചെയ്യും? ദിവസേന പൂജ ചെയ്യും. അത് വലിയൊരു സാറ്റിസ്ഫാക്ഷൻ തരുന്നൊരു കാര്യമാണ്. കാരണം നമ്മൾ പ്രൊഫഷണലല്ല, അമേച്ചറാണ്. കയ്യിലുണ്ടാകുന്ന സപ്താഹങ്ങളും നവാഹങ്ങളും ശിവപുരാണേ ചെയ്തിട്ടുള്ളൂ. പക്ഷേ അന്ന് എനിക്ക് ഉപകാരപ്രദമായിട്ടുള്ള മൂർത്തികളെയൊക്കെ ഞാൻ ദിവസേന ആരാധിക്കാമെന്ന് പറയുമ്പോൾ അതിലുണ്ടാകുന്ന ഒരു സൗകുമാര്യം പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് പറഞ്ഞത് ഇവിടെ തണ്ടാർ വിരിഞ്ഞ് മുൻമട്ടിൽ തെളിഞ്ഞു ജലമെത്രയും ഭ്രംശിച്ചു വീണ്ടും ആത്മീയ നിഷ്ഠയാർന്നവർ പോലവേ. ആദ്യം പറഞ്ഞു കാമാദികളെന്ന അകക്കാമ്പിൽ ആത്മാവ് പോലവേ എന്ന് പറഞ്ഞു. പിന്നെയാണ് താമര വിരിഞ്ഞു എന്ന് പറഞ്ഞത്. തണ്ടാർ വിരിഞ്ഞു മുൻമട്ടിൽ തെളിഞ്ഞു ജലമെത്രയും ഭ്രംശിച്ചും വീണ്ടും വീണ്ടും ആത്മീയ നിഷ്ഠയാർന്നവർ. എല്ലാവരും എന്ന് പറഞ്ഞില്ല, ആത്മീയ നിഷ്ഠയാർന്നവർ പോലവേ. അതായത്
അവരെന്ത് ചെയ്തു? ആത്മീയ നിഷ്ഠയുള്ളവരെ ലൗകിക ആസക്തികളെ പിടിച്ച് ബാണം കെട്ടി പുറത്തേക്ക് ഇട്ട് അവിടെ ആധ്യാത്മികത നിറച്ചു, ഈശ്വരീയത നിറച്ചു. എന്നിട്ട് പറയണു, വിണ്ണിൽ കാർ, ആകാശത്തിൽ മഴക്കാറ്, ബഹളം വീട്ടിൽ, അല്ലേ? ആകാശത്ത് കൂട്ടിമുട്ടുണ്ട് ആരെ? കാർമേഘങ്ങളെ. ബഹളം വീട്ടിൽ, മണ്ണിൽ ചേറ് ചളി, നുര നീരിലും, ഒക്കെ കോമയാണ്. നുര പത വെള്ളത്തിൽ, നീക്കി ശരത്ത് ആശ്രമികൾക്കസുഖം ഭക്തി പോലവേ. ശരത്ത് ആശ്രമികൾക്ക് സുഖം ഭക്തി പോലവേ എന്ന. ശരത്ത് ആശ്രമികൾക്ക് സുഖം ഭക്തി പോലവേ. ആശ്രമത്തിൽ താമസിക്കുന്നവർക്ക് ഭക്തി സുഖമാണ്, വീട്ടിലുള്ളവർക്ക് വഴിപാടാണ്. അത് പാടില്ല. വീട്ടിൽ നമ്മൾ എന്ത് ചെയ്യുകയാണെങ്കിലും 5 മിനിറ്റ് പൂജ ചെയ്യുന്നുള്ളൂ. ആ 5 മിനിറ്റ് മനസ്സിനെ ഏകാഗ്രതയിൽ പിടിച്ചു നിർത്താൻ സാധിക്കണം. അപ്പം കാളിന്തി തെളിനീരിങ്കൽ പ്രതിബിംബിച്ചു വാർമതി, അതായത് ചന്ദ്രൻ. കാളിന്തി തെളിനീരെങ്കിൽ പ്രതിബിംബിച്ചു വാർമതി, ശാന്തമാം മനതാരിങ്കൽ കൃഷ്ണൻ എന്നതുപോലവേ. അപ്പോൾ കൃഷ്ണൻ എവിടെ പ്രതിഫലിക്കുള്ളൂ? ശാന്തമാം മനതാരിങ്കൽ. മനസ്സ് ശാന്തമായാൽ ഭഗവാനെ നമ്മൾക്ക് അനുഭവിക്കാം. മനസ്സ് നിജസ്ഥിതിയെ പ്രാപിക്കാതെ കണ്ടിരുന്നാൽ, നിജസ്ഥിതി എന്ന് പറഞ്ഞാൽ ശാന്തമായിട്ടുള്ളത്, ഇല്ലെങ്കിൽ ബുദ്ധിമുട്ടാണ്. അപ്പോൾ കൃഷ്ണൻ എന്നതുപോലവേ മഹീതലം മട്ടുമാറി വിളങ്ങി സൂര്യരശ്മിയാൽ. പകല് മഹീതലം ഭൂമി മട്ടുമാറി തണുപ്പൊക്കെ വിട്ടു ചൂടാവാൻ തുടങ്ങി. വിളങ്ങി സൂര്യരശ്മിയാൽ കാലസ്വരൂപൻ കനിയും നേരം മാനുഷർ പോലവേ. മൈ ഗുഡ്നസ്, ഐ ആം സോ ഹാപ്പി. ഇതൊക്കെ കേൾക്കുക, പറയാൻ സാധിക്കുക. കാലസ്വരൂപൻ കനിയും നേരം മാനുഷർ പോലവേ. കാലം ആകുന്ന സ്വരൂപത്തോടു കൂടിയ ഭഗവാൻ എല്ലായ്പ്പോഴും ഒരേപോലെ ആവില്ല. എല്ലാ ദിവസവും നിങ്ങളാഴ്ചയല്ലല്ലോ, എല്ലാ ദിവസവും ചൊവ്വാഴ്ച ആവാൻ പറ്റില്ല, അല്ലേ? ആകെ 7 ആഴ്ചകളേ ഉള്ളൂ. അതിങ്ങനെ മാറി മാറി വരും. അപ്പോൾ ഓഫീസിലുണ്ട്, ചിലവർക്ക് ഞായറാഴ്ച ലീവാണ്, എല്ലാ ദിവസവും ഹോളിഡേ പോവില്ല. കുറച്ചുകൂടി സൗകര്യമുള്ള കമ്പനിയിലാണെങ്കിൽ, അല്ലെങ്കിൽ ഗവൺമെൻറ് സർവീസിലാണെങ്കിൽ സാറ്റർഡേ സൺഡേ ആവും. അപ്പോഴും 6 വീക്സ് വർക്ക് ചെയ്യുന്നവരുടെ സ്ഥിതി എന്താ? എന്നാൽ വീട്ടിൽ 7 ദിവസം റെസ്റ്റ് എടുക്കുന്ന ആൾക്കാരുണ്ട്, മടിയന്മാർ. അങ്ങനെ ആവാൻ പാടില്ല. അപ്പോൾ മഹീതലം മട്ടുമാറി വിളങ്ങി സൂര്യരശ്മിയാൽ കാലസ്വരൂപൻ കനിയും നേരം മാനുഷർ പോലവേ. ചുറ്റുപാടിൻ്റെ സമ്മർദ്ദം മഹാനിൽ കരുതേക്കിലും, മൈ ഗോഡ്, ചുറ്റുപാടിൻ്റെ സമ്മർദ്ദം മഹാനിൽ കരുതേക്കിലും കാലം കനിഞ്ഞു കഴുകി തെളിയിച്ചതുപോലവേ. ഈ അപരാധങ്ങൾ സജ്ജനങ്ങൾക്കുണ്ടാവും. ആരെങ്കിലും എന്തെങ്കിലും ബാക്കിയുള്ളത് എറിയും. ചീത്തപ്പേരാണെങ്കിലും ശരി, അപരാധങ്ങൾ പലതും പറയും. അപ്പോൾ ചുറ്റുപാടിൻ്റെ സമ്മർദ്ദം മഹാനിൽ കരുതേക്കിലും കാലം കനിഞ്ഞു കഴുകി തെളിയിച്ചതുപോലവേ. ഇപ്പം ഞാനൊക്കെ അതിൽ ഒരു എക്സ്പീരിയൻസ് ഉള്ള ആളാണ്. എന്താ, ഞാനൊരു സെൻട്രൽ ഗവൺമെൻറ് സർവൻ്റ്. അപ്പോൾ എല്ലാവരും വിചാരം എന്താ വെച്ചിട്ടുണ്ടോ, സെൻട്രൽ ഗവൺമെൻറ് സർവൻസിന് ലീവ് ഫ്രീ ആണെന്നാണ്. പക്ഷെ ഞാൻ കുറച്ചൊരു മൈൽഡ് പേഴ്സണാണ്, കുറച്ചല്ല 100%. അതിന് കാരണമുണ്ട്. എൻ്റെ അച്ഛൻ ഒരു 10-13 വയസ്സിൽ എനിക്കൊരു ഉപദേശം തന്നു. എന്താ ഉപദേശം? യാതൊരു കാരണം കൊണ്ടും അമ്മ പറയുന്നത് നിരാകരിക്കരുത്. അവർ ചിലപ്പോൾ അർത്ഥവത്തല്ലാത്തത് ചിലപ്പോൾ പറഞ്ഞു എന്ന് വരും, കേൾക്കുക. കാരണം അവർ സ്കൂളിൽ പോയിട്ടില്ല, അവർക്ക് അവരുടേതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടാവും. പിന്നെ 5 മക്കളുണ്ടെങ്കിൽ 5 മക്കളും ഒരേപോലെ ആയിക്കൊള്ളണമെന്നില്ല. പറഞ്ഞാൽ കേൾക്കുന്നവർ കമ്മിയാവും.
അപ്പോൾ ഒരാൾ പറഞ്ഞാൽ കേൾക്കാൻ തുടങ്ങിയാൽ എല്ലാം അവർക്ക് വരും. അപ്പോൾ കാശില്ലാത്തവനോട് എന്തും പറയാം, അങ്ങനെ ഒരു കാലമുണ്ട്. അതിപ്പോൾ കൂടുതൽ പ്രായമായിട്ടുള്ളവർക്ക് അറിയാം, പലവർക്കും ദൃഷ്ടാന്തം ഉണ്ടാവും അതാണ്. അപ്പോൾ പറഞ്ഞാൽ കേൾക്കില്ല, കാശുള്ളവർ അവരെ ഒഴിവാക്കും. കാരണം എന്താ, അങ്ങനെയാണല്ലോ ജീവിതത്തിൽ. അപ്പം ഇതൊക്കെ ചുറ്റുപാടിൻ്റെ സമ്മർദ്ദം മഹാനിൽ കരുതേക്കിലും ഫൈനൽ വിക്ടറി ആരുടെയാണ്? നമ്മുടെ ജീവിതത്തിൽ ഒരു ഫൈനൽ വിക്ടറി എന്ന് പറയണ്ട. അത് എപ്പോഴും ഞാൻ പറയാറുള്ള മാതിരി ഈ മുയലും ആമയും കൂടി ഓടിയ കൂട്ടത്തിലാവും. മുയൽ തളരും കുറേ കഴിയുമ്പോൾ, ആമ തളരില്ല. കുറച്ച് സ്ലോ ആണെന്ന് മാത്രം, സ്റ്റഡിയാണ്. ഭഗവാൻ മുയലിൻ്റെ രൂപം എടുത്തിട്ടില്ല, അവിടെ രൂപം എടുത്തിട്ടുള്ളൂ. ആമയ്ക്ക് എന്ത് ഭാരം സഹിക്കാനും പറ്റും. അത് ഇതിൽ ഈ കരുതേക്കലിന് ഇപ്പോൾ ഈ തൃശ്ശൂർ തിരുവമ്പാടി ക്ഷേത്രത്തിൻ്റെ തിരുവമ്പാടി ക്ഷേത്രക്കുളത്തിൻ്റെ അടുത്ത് ഒരു 50 മീറ്റേഴ്സ് അവേ ഒരു ഹോട്ടലുണ്ട്. ഞാൻ കണ്ടിട്ടില്ല, ടി വിയിൽ ഈ വീഡിയോയിൽ കണ്ടു. ഞാൻ ഒരു ഭക്തിയുള്ള ആളാണ്, പക്ഷേ മൂപ്പർക്ക് പിന്നെ കാര്യങ്ങൾ മുഴുവൻ അറിയില്ല. പക്ഷേ അപ്പോൾ അവിടെ ഈ കുളത്തിലെ ആമകൾ, ആദ്യം ഒരു ആമയെ വന്നിരുന്നുള്ളൂ. ഇപ്പോൾ സന്തതികളടക്കം ഒരു 4-5 ആമകൾ മെല്ലെ ഏർലി മോർണിംഗ് അവിടെ എത്തും. അപ്പോൾ ഇദ്ദേഹം പിന്നെ 4-4:30 മണിക്കൊക്കെ ഹോട്ടൽ തുറക്കുന്നുണ്ട്. അടുത്ത അമ്പലമല്ലേ, പിന്നെ തൃശ്ശൂർ സിറ്റിയാണ്, പാർസലൊക്കെ പോകുന്നുണ്ടാവും. അപ്പോൾ ഒരു പ്ലേറ്റിൽ അദ്ദേഹം അന്ന് ഉണ്ടാക്കിയിട്ടുള്ള ഉപ്പുമാവ് കുറച്ച് 2 ഇഡ്ഡലി, അതേമാതിരി ഒരു മസാല ദോശ ഒക്കെ വെച്ച് പുറത്ത് വയ്ക്കും, ഒരു വളക്കൊക്കെ വെച്ചിട്ട്. ഈ ആമകൾ സുഖമായിട്ട് വരും, കുറേശ്ശെ കഴിക്കും, അവർ പോവും. അപ്പോൾ ഈ വെള്ളത്തിൽ കിടക്കുന്ന ആമകൾക്ക് എങ്ങനെയാണ് ഈ ദോശയുടെ മണം പിടിക്കണത് എനിക്കറിയില്ല. പക്ഷേ ഇറ്റ് ഈസ് ഹാപ്പനിങ്, വെടിയോട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് ഇവിടെ പറഞ്ഞത്, കാലം കനിഞ്ഞു കഴുകി തെളിയിച്ചത് പോലവേ ചോല നീരണിയാഞ്ഞേറെ തെളിഞ്ഞു നദിയൊക്കെയും. ചോല അണിയാഞ്ഞേറെ നീര് അണയാഞ്ഞേറെ. അതായത് ഈ വെള്ളം കുലംകുത്തി വീണ് ഉള്ളതേ കലങ്ങുള്ളൂ. വെള്ളം ചാട്ടുമ്പോൾ ചിലപ്പോൾ ആ ഫോഴ്സിൽ കലങ്ങിയെന്ന് വരും. പാറയാണെങ്കിൽ കലങ്ങില്ല, പാറയാണെങ്കിൽ കലങ്ങില്ല, ചളി ഉണ്ടെങ്കിൽ കലങ്ങും അല്ലേ. അപ്പോൾ ചോല നീരണയാഞ്ഞേറെ തെളിഞ്ഞു നദിയൊക്കെയും അല്ലേ. ആലോചിച്ച് നോക്കണം, ഇതാരാ? വ്യാസര് ഈ പ്രകൃതിയെ നിയന്ത്രിക്കുന്ന ഒരാൾക്ക് പ്രകൃതിയെ പറ്റി ഇത്രയൊക്കെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അതാണ് ഋഷീശ്വരൻ എന്ന് പറഞ്ഞാൽ എനിക്കറിയില്ല അല്ലേ. ആലോചിച്ച് നോക്കൂ, ചോല നീരണിയാഞ്ഞേറെ തെളിഞ്ഞു നദിയൊക്കെയും ക്ഷുദ്രാശ വന്നു ചേരാതെ മിന്നും സൽബുദ്ധി പോലവേ. എന്താ പറഞ്ഞത്? ക്ഷുദ്രാശ, ആശ ക്ഷുദ്രമാവരുത്, പ്രീതിജനകമാവണം. ക്ഷുദ്രം എന്ന് പറഞ്ഞാൽ പ്രശ്നമായി. വന്നു ചേരാതെ മിന്നും സൽബുദ്ധി പോലവേ. ഇപ്പം നമ്മൾ ഈ ഭാഗവതം മാത്രം കൈകാര്യം ചെയ്യുക കാരണം, ഈശ്വരീയമായ കാര്യങ്ങൾ മാത്രം കൈകാര്യം ചെയ്യുക കാരണം ക്ഷുദ്രാശ വരില്ല, തടഞ്ഞു നിർത്തും, ഭഗവാൻ തടഞ്ഞു നിർത്തും. വിരിഞ്ഞു താമരപ്പൂക്കൾ വിലസി സൂര്യരശ്മിയാൽ, വിരിഞ്ഞു താമരപ്പൂക്കൾ വിലസി സൂര്യരശ്മിയാൽ വിശ്വപ്രേമം പരക്കുന്ന പുണ്യചേതസ്സു പോലവേ. എന്താ വിശ്വപ്രേമം? അത് പ്രീതിജനകമായിട്ട് ജീവിക്കുമ്പോഴേ വിശ്വപ്രേമം ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ വീട് പ്രേമം മാത്രമേ ഉണ്ടാവുള്ളൂ. അഹന്ത, അഹങ്കാരം, മമത, എനിക്കെന്നും എൻ്റേതെന്നും അത് പാടില്ല. വിശ്വപ്രേമം പരക്കുന്ന പുണ്യചേതസ്സു പോലവേ തണ്ടാരിൻ തെളിവോർത്ത് ആമ്പൽ പൂക്കൾ മങ്ങുന്നുമെല്ലവേ. അത് അതിലേറെ സയൻറ്റിഫിക്കലി പ്രൂവണാണ്. തണ്ടാരിൻ തെളിവോർത്ത്,
താമരയുടെ തെളിവ് ഓർത്ത് ആമ്പൽ പൂക്കൾ മങ്ങുന്ന പോലവേ. അതായത് കാലത്ത് സൂര്യൻ ഉദിച്ചാൽ കൂമ്പി നിൽക്കുന്ന താമരമുട്ടകൾ വികസിക്കുകയും ആ സമയത്ത് ആമ്പൽ പൂക്കൾ ചുരുങ്ങും. ശരിക്കും അവർക്ക് ദേഷ്യം ഉണ്ടായിട്ടല്ല, പിന്നെയോ ആമ്പൽ വളരെ രാത്രിയാണ്, ചന്ദ്രനാണ് അവരുടെ ഗ്രഹനാഥൻ. താമരയുടെ ഗ്രഹനാഥനാരാ? പിന്നെ സൂര്യനാണ്. അപ്പോൾ പകല് പിന്നെ താമര വിടരും, വൈകുന്നേരം ആകുമ്പോൾ കൂമ്പും. അത് വലിയൊരു, ഇപ്പം എൻ്റെ വീട്ടിൽ താമര ഉണ്ട് പറഞ്ഞല്ലോ. ഞാനൊരു ദിവസം ഒരു മുട്ട് വിരിഞ്ഞ് അത് അർച്ചിക്കുമ്പോൾ ഞാൻ എത്ര ഇതളുണ്ട്, വലുതും ചെറുതൊക്കെ പാട് കൂടി ഒരു 148 150 ഇതളുണ്ടാവും ഒരു താമരയിൽ ഇൻ ജനറൽ. അതിനേക്കാൾ 1000 ഇതളുള്ളതൊക്കെ ഉണ്ട്, 300 400 ഉള്ളതുണ്ട്. പരമശയോ. എന്നാൽ ഇപ്പോൾ ഈ ശങ്കരയിനം വരുന്നുണ്ട് താമരയിലും, വാട്ടർ ലില്ലി പോലെ 150 അല്ല, അപ്പം ഞാൻ ഈ 147 150 പറഞ്ഞില്ലേ, 100 120 ഉള്ളതുണ്ട്, ഒരു 400 വരെയുള്ളതൊക്കെ എൻ്റെ കയ്യിലുണ്ട്. അത് കുറച്ച് തിക്കായിരിക്കും പൂവ്. അപ്പോൾ രാത്രി ആമ്പലുണ്ടാവുള്ളൂ. അതാണ് പിന്നെ അപ്പോൾ വിരിഞ്ഞു താമര പൂക്കൾ വിലസി സൂര്യരശ്മിയാൽ വിശ്വപ്രേമം പരക്കുന്ന പുണ്യചേതസ് പോലവേ തണ്ടാരിൻ തെളിവോർത്ത് ആമ്പൽ പൂക്കൾ മങ്ങുന്നു മെല്ലവേ. കവിഭാവന. അന്യൻ്റെ മേന്മ കണ്ടുള്ളിൽ അസൂയാലുക്കൾ പോലവേ. അന്യൻ്റെ മേന്മ കണ്ട് ഉള്ളിൽ അസൂയാലുക്കൾ പോലവേ വിളങ്ങി മേഘം നീരൊക്കെ വെടിഞ്ഞ് അത്യന്ത ശുഭ്രമായി. വിളങ്ങി മേഘം, അതായത് കാർമേഘം പോയാൽ പിന്നെ പഞ്ഞി പോലെ വെള്ളിമാമല പോലെയൊക്കെ മേഘങ്ങളുണ്ടാവും. അപ്പോൾ വിളങ്ങി മേഘം നീരൊക്കെ വെടിഞ്ഞ് അത്യന്ത ശുഭ്രമായി, അതാ വെളുത്തിട്ടതെന്നാണ് പറഞ്ഞു. ലോകാവസാനം വെട്ടുള്ളം തെളിഞ്ഞ മുനി പോലവേ. ലോകാവസാന വിട്ട് ഉള്ളം തെളിഞ്ഞ മുനി പോലവേ. പർവ്വതം തെളിനീരേകി ഗംഗമുമ്പാമിടങ്ങളിൽ. പർവ്വതം തെളിനീരേകി, കാരണം മഴയൊക്കെ ഒഴിവായല്ലോ. പിന്നെ ഹിമാലയത്തിൽ ഈ ഐസൊക്കെ കുറേശ്ശെ ഇങ്ങനെ ചൂട് പിടിച്ച് പിന്നെ നീരാവും. അപ്പോൾ പിന്നെ ഗംഗ മുമ്പാമിടങ്ങളിൽ, ഗംഗയുടെ മുമ്പാം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? തുടക്കത്തിൽ ഗംഗോത്രി മുതലായിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ തെളിനീരുണ്ടാവും. മഴക്കാലത്ത് കലങ്ങും. പാത്രങ്ങൾ നോക്കിയേ വിദ്യ പകരും ഗുരു പോലവേ. എന്താണ് ഗുരുശിഷ്യ സമ്പ്രദായവും ഇപ്പോഴത്തെ സ്കൂൾ സിസ്റ്റം കൂടിയുള്ള വ്യത്യാസം അറിയോ? ഇപ്പോൾ ഒരു ഡിവിഷനിൽ 10 45 കുട്ടികളൊക്കെ ഉണ്ടാവും. പക്ഷെ ഒരു ഗുരുകുലത്തിൽ ഒരു സമയത്ത് നോട്ട് മോർ ദാൻ 30 or 40. അതിനെ ഓരോ കുട്ടിയുടെയും എറ്റിക്കറ്റ്സ് മനസ്സിലാക്കിയിട്ട് ജനറൽ എല്ലാവർക്കും ഉണ്ട്. അത് കഴിഞ്ഞാൽ സ്പെഷ്യലൈസ്ഡ് വെവ്വേറെയാണ്. വാൾപ്പയറ്റ് വേറെ, കുതിര സവാരി ചെയ്യണവർ വേറെ, രഥം പിന്നെ ഓട്ടിക്കണവർ വേറെ, ആനപ്പുറത്ത് ഇരുന്ന് യുദ്ധം ചെയ്യണവർ വേറെ, ഗദായുദ്ധം ചെയ്യുന്നവർ വേറെ, വാൾപ്പയറ്റ് ചെയ്യുന്നവർ, ഇങ്ങനെയൊക്കെ പലവർക്കും പല രീതിയിലാണ്. നേരെ സ്കൂളിൽ അങ്ങനെയല്ല. PT ഫിസിക്കൽ ട്രെയിനിങ് ഒരേപോലെ, വന്നൊരു ഒന്നുമില്ലെങ്കിൽ ഇല്ല, ഫറോഷയില്ലേ. അപ്പം ഇതൊക്കെ പാത്രങ്ങൾ നോക്കിയേ വിദ്യ പകരും ഗുരു പോലവേ. ഇപ്പം പകർച്ചയില്ല. എന്താ വേണമെങ്കിൽ പഠിച്ചോളുണ്ടാ. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ ട്യൂട്ടോറിയൽ എടുക്കുന്നുണ്ട്, അങ്ങോട്ട് വന്നോളൂന്നാ അല്ലേ? ആലോചിച്ച് നോക്കൂ. പാത്രങ്ങൾ. അപ്പോൾ അത് പറയുമ്പോൾ എനിക്കൊരു കാര്യം പറയണം. 1960
എയ്റ്റിലാണ് ഞാൻ SSLC എഴുതി. പരമദാരുണമായിട്ട് ഞാൻ തോറ്റു. അപ്പോൾ 68 മാർച്ച്, പിന്നെ ഏപ്രിൽ മെയ് വന്നു. പിന്നെ ജൂൺ 1 സ്കൂൾ തുറക്കുമ്പോൾ ലാസ്റ്റ് SSLC തോറ്റവർക്ക് സ്കൂളിൽ ചേർന്ന് ഫീസ് കൊടുത്ത് പഠിക്കാം എന്നുള്ളൊരവസ്ഥ ഉണ്ടായിരുന്നു. 6,15 റുപ്യ. ഞാനൊക്കെ 8, 9, 10 ഫീസ് കൊടുത്ത് പഠിച്ച ആളാണ്. കുറഞ്ഞ മനസ്സിലായത്. 8 തോറ്റും ചെയ്തു. അപ്പോൾ 4 കൊല്ലം ഫീസ് കൊടുത്തു ഞാൻ. എന്തോ ആവട്ടെ. അപ്പോൾ ഇതൊക്കെ എന്താ അനുഭവം വേണം. ഇന്നിപ്പോൾ അവിടെ പറഞ്ഞയച്ചാൽ മതി. ഏത് പിന്നെ KSU ആവാം, ഡൈവ്യ ആവാം, വേറെ എന്തൊക്കെയുള്ള വെച്ചാൽ അതൊക്കെ ആവാം. അടി കൊള്ളാം, അടി കൊടുക്കാം, പോലീസ് കയറാം, എന്തൊക്കെ വേണോ അതൊക്കെ ചെയ്യാം. മനസ്സിലായില്ലേ? അപ്പോൾ പർവ്വതം തെളിനീരേകി ഗംഗമുമ്പാമിടങ്ങളിൽ പാത്രങ്ങൾ നോക്കിയേ വിദ്യ പകരും ഗുരു പോലവേ. വെള്ളം വറ്റുന്നതോർപ്പിയില ചോട്ടിലെ ക്ഷുദ്രജീവികൾ. വെള്ളം വറ്റുന്നതോർപ്പിയില. ക്ഷുദ്ര എന്താണ്? ചോട്ടിലെ ക്ഷുദ്രജീവികൾ. അതെന്താ? ഈ നദിയുടെ അല്ലെങ്കിൽ ജലാശയത്തിൻ്റെ അടിത്തട്ടിൽ ജീവികളുണ്ട്. മത്സ്യം, പാമ്പ്, ചേരില്ല, ജലസമ്പത്ത്, ഞണ്ട്, ആമ. ഇപ്പം ഭഗവാൻ ആമയായി പറഞ്ഞിട്ട് ക്ഷുദ്രജീവിനെ ക്ഷുദ്രജീവി തന്നെ വിളിക്കുള്ളൂ. ഭഗവാന് ക്ഷുദ്രതയില്ല, അത് വേറെ കാര്യം. അപ്പോൾ വെള്ളം വറ്റുന്നതോർപ്പില ചോട്ടിലെ ക്ഷുദ്രജീവികൾ. ആയുർഭാഗം ചുരുങ്ങുന്നതേതും ഗൃഹികൾ പോലവേ. വീട്ടിലുള്ളവർക്ക് അധ്വാനം മാത്രം ബാക്കി, ആയുസ് പോണതറിയില്ല. അവർ എപ്പോഴാണ് കല്യാണം കഴിഞ്ഞത്, എപ്പോഴാണ് കുട്ടികൾ വലുതായത്, എപ്പോഴാണ് ഭാര്യ മരിച്ചത്, അല്ലെങ്കിൽ ഭർത്താവ് എപ്പോഴാണ് മരിച്ചത്, എപ്പോഴാണ് ഒറ്റപ്പെട്ടത്, അതൊന്നും അറിയില്ല. തപ്പന പോവുകയും ചെയ്യും ഓർക്കപ്പുറത്ത്. ആയുർഭാഗം ചുരുങ്ങുന്നതേതും ഗൃഹികൾ പോലവേ. കാരണം അന്നൊന്നും ഈ ഹാപ്പി ബർത്ത്ഡേ പറയാൻ ആളില്ല. അമ്പലത്തിൽ പോയിട്ട് എന്തെങ്കിലും തൊഴും, ആയുരാരോഗ്യ സൗഖ്യം വേണം. ഇന്നങ്ങനെയല്ല, 1000 പിറന്നാൾ ദിനങ്ങൾ എന്നൊക്കെയാണ് പറയുക. അപ്പോൾ ചുരുങ്ങിയത് ഒരു 10-12 ജന്മം എടുക്കണത് നമ്മളെ അസിസ് ചെയ്യാണ്. നമ്മളപ്പോൾ ജന്മം കുറുകണമെന്ന, അതായത് മോക്ഷം വേണം പറഞ്ഞാൽ അങ്ങനെ നടക്കുക. ഇഷ്ടമുള്ളവർ 1000 ജന്മദിനം ഘോഷിക്കട്ടെ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇതെല്ലാം ഒരു തെറ്റായ കീഴ്വഴക്കങ്ങളാണ്. വാക്കുകളുടെ അർത്ഥം അറിയാണ്ട് നമ്മൾ പറഞ്ഞ് ശീലിച്ചു പോയി, തെറ്റിപ്പോയി അങ്ങനെ. അപ്പോൾ വെള്ളം വറ്റും. അപ്പോൾ ഈ വെള്ളം വറ്റുന്നത് ഓർപ്പിയില ചോട്ടിലെ ഈ അടിത്തട്ടിലുള്ള ജീവികളെന്ന് പറയുമ്പോൾ ഒരു കാര്യം പറയണം. ഒരു ഇൻഫർമേറ്റീവാണ് എല്ലാവർക്കും. ഇപ്പോൾ എൻ്റെ വീട്ടിൽ ഒരു കുളം ഉണ്ടെന്ന് വിചാരിക്കാം. കുളത്തിന് ആഗ്രഹം ഉണ്ടായിരുന്നു, എനിക്ക് നടന്നില്ല. അപ്പോൾ എനിക്ക് വിചാരിക്കാം. അപ്പോൾ ആ കുളം ഒരു ഏപ്രിൽ 15, 20 ആയിട്ട് വറ്റും എന്ന സ്വഭാവമാണെങ്കിൽ, മഴ വേണമെങ്കിൽ ജൂൺ 1 വരണ്ടേ. അപ്പോഴൊന്നും കുളം നിറയൂല. കുളമൊക്കെ കുളത്തിൽ വെള്ളം നിൽക്കാൻ തുടങ്ങണമെന്നുണ്ടെങ്കിൽ ഈ തിരുവാതിര ഞാറ്റുവേലൊക്കെ വരണം, വറ്റണ കുളമാണെങ്കിൽ. അപ്പോൾ ഈ ആമയ്ക്ക് വാലും തലയും 2 കാലും കൈയൊക്കെ പെട്ടെന്ന് ഉള്ളിലേക്ക് വലിയാൻ പറ്റും. ഇങ്ങനെയൊക്കെ ആണെങ്കിലും അടുത്ത വറ്റാത്ത ജലാശയം എവിടെയാണെന്ന് അറിയാൻ ഒരു സ്പെഷ്യൽ ഇൻ്റലിജൻസ് ഉണ്ട് അവർക്ക്. അപ്പോൾ നമ്മൾ ബേഡ്സ് ഐ വ്യൂ എന്ന് പറയുന്ന പോലെ ആമകൾക്ക് തല അധികം ഉയർത്തി പിടിച്ച് യാത്ര ചെയ്യാൻ പറ്റില്ലെങ്കിലും സെൻസ് ചെയ്തിട്ട് അവർക്ക് അറിയാം അടുത്ത ജലാശയം. അതിനവർ ബേഡ്സ് ഐ വ്യൂ പോലെ സഞ്ചരിക്കുക. അപ്പോൾ പാറക്കെട്ടുകളുണ്ടാവും, അല്ലെങ്കിൽ മരങ്ങൾ വീണ് കിടക്കുന്നുണ്ടാവും. അതൊക്കെ അവരുടെ ത്രാണി കൊണ്ട് ഓവർടേക്ക് ചെയ്തിട്ട് ആ ജലാശയത്തിൽ എത്താതെ കണ്ടിരിക്കില്ല. ഈ പലതും വായിക്കുമ്പോഴാണ് നമ്മൾക്ക് ഒരുപാട് സുതാര്യമായ കാര്യങ്ങൾ മനസ്സിലാവുക. അപ്പോൾ ഈ ഭക്തിപ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ ഈശ്വരൻ്റെ ചമത്കാരം, ഈശ്വരൻ്റെ കാണാപ്പുറങ്ങൾ, അതായത് ഈശ്വരീയതയുടെ കാണാപ്പുറങ്ങളെ പറ്റി നമ്മൾ പഠിക്കുമ്പോഴാണ് ആ ഇൻ്റലിജൻസ് എത്രയാണ് ഓരോ ജീവിക്കും അനുസരിച്ചിട്ടുള്ളത് എന്ന് നമുക്ക് മനസ്സിലായില്ലേ?
അപ്പോൾ വെള്ളം വറ്റുന്നതോർപ്പില്ല ചോട്ടിലെ ക്ഷുദ്രജീവികൾ ആയുർഭാഗം ചുരുങ്ങുന്നതേതും ഗൃഹികൾ പോലവേ. വെയിൽ ചൂടാർന്ന വെള്ളത്തിനടിയിൽ കേണു ജീവികൾ. വെയിൽ ചൂടാർന്ന് വെള്ളത്തിനടിയിൽ കേണു ജീവികൾ. അതായത് വേനൽക്കാലായാൽ സൂര്യന് പവർ കൂടും, അപ്പോൾ വെള്ളം കമ്മിയാവും, അപ്പോൾ ഉള്ള വെള്ളം തിളയ്ക്കും അല്ലെങ്കിൽ ചൂടാവും. അപ്പം ഉപരിഭാഗത്തുനിന്ന് മത്സ്യസമ്പത്തുകളൊക്കെ ചേറ്റിൽ ചളിയിൽ പോയി പുഴും. അപ്പോൾ വെയിൽ ചൂടാർന്ന വെള്ളത്തിനടിയിൽ കേണുജീവികൾ കുടുംബചിന്തയാൽ വീട്ടിനുള്ളിൽ പ്രാകൃതർ പോലവേ. പ്രാകൃതർ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? വിദ്യാഭ്യാസം ഇല്ലാത്തവരെന്ന് അർത്ഥം പറയണം. വിദ്യ 2 തരമുണ്ട്: ലൗകിക വിദ്യ, ആധ്യാത്മിക വിദ്യ. ആധ്യാത്മിക വിദ്യ പരാവിദ്യ എന്ന് പറയാം. അതുള്ളവർ ദുഃഖിക്കില്ല ജീവിതത്തിൽ. കാരണം എന്താ? ലാഭം നഷ്ടം അവർക്കൊരു പ്രശ്നമല്ല. കർമ്മം ചെയ്യുക നമ്മുടെ ലക്ഷ്യം. കടമകളും കടപ്പാടുകളും ചെയ്യുക, അതിനേക്കാൾ വേറെ ഒന്നുമില്ല അവർക്ക്. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ വെയിൽ ചൂടാർന്ന വെള്ളത്തിനടിയിൽ കേണു ജീവികൾ കുടുംബചിന്തയാൽ വീട്ടിനുള്ളിൽ പ്രാകൃതർ പോലവേ. അല്ലേ? ഏതെങ്കിലും ഒരു അച്ഛനും അമ്മയും കണക്ക് പറഞ്ഞു കേട്ടിട്ടുണ്ടോ? ജീവിതത്തിൽ 8-10 കുട്ടികൾ എനിക്ക് നോക്കിയ ആൾക്കാരുണ്ടാവും. എൻ്റെ അച്ഛൻ അമ്മയും, അമ്മയ്ക്ക് വരുമാനം ഉണ്ടായിരുന്നില്ല, പക്ഷെ അച്ഛൻ 5 കുടുംബത്തെ പോറ്റിയിട്ടുള്ള ആളാണ്. അച്ഛൻ്റെ ഏട്ടൻ്റെ, അച്ഛൻ്റെ അനിയൻ്റെ, അച്ഛൻ്റെ 2 കുടുംബം. ആദ്യത്തെ ഭാര്യയിൽ എൻ്റെ അമ്മ അവിടെ. പിന്നെ വേറെ ഒരു കസിൻ ബ്രദർ, അദ്ദേഹം നേരത്തെ കാലത്ത് മരിച്ചു. അത് അച്ഛൻ്റെ വല്യച്ഛൻ. അപ്പം ഇതൊക്കെ അന്ന് വരുമാനം കമ്മിയാണ്, നെല്ലാണ് വരുമാനം. എല്ലാവർക്കും ഊണ് കഴിക്കാൻ കൊടുക്കും. ഉടുക്കാൻ നമ്മളെ മാതിരി കാശ് ചിലവാക്കിയിരുന്നില്ല പണ്ടുള്ള ആൾക്കാർ. വളരെ മിതവാദികളായിരുന്നു. എൻ്റെ അച്ഛനൊക്കെ പട്ടാമ്പിയിൽ നിന്ന് പാടൂർക്ക് അദ്ദേഹം ഗ്രാമത്തിലേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ പാലക്കാടേക്ക് പോകുമ്പോഴേ ഷർട്ട് ഇട്ടായിരുന്നുള്ളൂ. വീട്ടിലിപ്പോൾ 3 മാസം 4 മാസമാണെങ്കിൽ ഷർട്ടിൻ്റെ ആവശ്യമില്ല. അന്നത്തെ ജീവിത രീതി അങ്ങനെയാണ്. വീട്ടിൽ മല്ലമുണ്ട്, പുറത്തേക്ക് പോകുമ്പോൾ മാത്രമേ ഡബിൾ മുണ്ട് ചുറ്റുള്ളൂ. അപ്പോൾ എക്സ്പീരിയൻസ് മേക്ക് ഹാബിറ്റ്സ്. ജീവിതാനുഭവങ്ങളാണ് മനുഷ്യനെ എല്ലാം തികഞ്ഞവനാക്കണത്, ഏത് സാഹചര്യത്തെയും ഉൾക്കൊണ്ട് ജീവിക്കാറാക്കണത്. അപ്പോൾ ഇവിടെ പറയണു, വൃക്ഷങ്ങൾ ഈർപ്പവും ഭൂമി ചളിയും നീക്കിമല്ലവേ. വൃക്ഷങ്ങൾ ഈർപ്പം, നനഞ്ഞ മരങ്ങളൊക്കെ തോലൊക്കെ നനഞ്ഞതൊക്കെ മാറി ഭൂമി ചളിയും നീക്കിമല്ലവേ. ദേഹാദിയിൽ മഹാത്മാക്കൾ അഹം മമത പോലവേ. ഈ ഒരു എന്താണെന്നാ പറയാം, ഈ 2 സർഗം എന്തുമാത്രം ഇൻഫർമേഷനാണ് നമുക്ക് തരുന്നത്, ഉപദേശങ്ങൾ. വൃക്ഷങ്ങൾ ഈർപ്പവും ഭൂമി ചളിയും നീക്കിമല്ലവേ. ദേഹാദിയിൽ മഹാത്മാക്കൾ അഹം മമത പോലവേ. അഹം മമത എങ്ങനെ ഇല്ലാതെയൊക്കെ ഉണ്ടാക്കുക? ഈശ്വരോപാസന കൊണ്ട്. അതേപോലെ മഴക്കാലം കഴിഞ്ഞാൽ വൃക്ഷങ്ങളിലത്തെ ഈർപ്പം പോയി, ഭൂമിയിൽ ചളി നീങ്ങി മെല്ലവേ. അതേപോലെ നിശബ്ദമായി അനങ്ങാതെ നിലകൊണ്ടു മഹാർണവം. സമുദ്രം ശാന്തായി. നിശബ്ദമായി അനങ്ങാതെ നിലകൊണ്ടു മഹാർണവം. മന്ത്രതന്ത്രങ്ങൾ തന്നെത്താനകന്ന മുനി പോലവേ. എന്താ ഹരിദാസ് അതിനർത്ഥം പറയാം? മന്ത്രതന്ത്രങ്ങൾ തന്നെത്താനകന്ന മുനി പോലവേ. ഈ മന്ത്രം തന്ത്രം കുതന്ത്രമൊക്കെ എപ്പോഴേ ഉള്ളൂ? ജാട കാണിക്കാൻ വേണ്ടിയിട്ട്. മന്ത്രം മനനം ചെയ്യണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്, ഉറക്കം ജപിക്കാൻ പാടില്ല. അപ്പോൾ ഉറക്കം ജപിക്കണം എന്തിനാ? 4 ആൾ ദക്ഷിണ തരാൻ വേണ്ടിയിട്ട്. അപ്പോൾ മുനി എന്ന് പറഞ്ഞാൽ എന്താ? മുനി പോലവേ എന്ന് പറഞ്ഞാൽ മൗനം ദീക്ഷിക്കുന്നവനാണ് മുനി. അപ്പോൾ അവിടെ ശാന്തഗംഭീരമായിട്ട്
ഇന്ദ്രിയങ്ങളേനൊക്കെ ഒതുങ്ങി അവരവരുടെ ഹൃദയപത്മത്തിൽ ഭഗവാനെ ധ്യാനിക്കലാണ് തപസ്. അവിടെ ശബ്ദകോലാഹലങ്ങളില്ല. ഇത് നമ്മൾ മനസ്സിലാക്കണം. ആരാ ഏതാ ഈ മുനി എന്ന് പറഞ്ഞാൽ ടോപ്പ് മോസ്റ്റ് ലെവൽ. നിശബ്ദമായനങ്ങാതെ നിലകൊണ്ടു മഹാർണവം മന്ത്രതന്ത്രങ്ങൾ തന്നെത്താൻ അകന്നു മുനി പോലവേ വയലിൽ കെട്ടി നിർത്തുന്നു വെള്ളം കർഷകരെ വരും. അല്ലേ? കർഷകർ വേനൽക്കാലത്ത് തോടുകളൊക്കെ ഇതിൻ്റെ മുമ്പ് പറഞ്ഞ പോലെ തെങ്ങിൻ്റെ കുറ്റിയൊക്കെ അടിച്ച് പട്ടിയും മണ്ണും മണലും ചാക്കൊക്കെ ഇട്ടിട്ട് വെള്ളം കെട്ടി നിർത്തും. അല്ലെങ്കിൽ 2 പൂലെടുക്കാൻ പറ്റില്ല. അപ്പോൾ വയലിൽ കെട്ടി നിർത്തുന്നു വെള്ളം കർഷകരെ വരും ഇന്ദ്രിയങ്ങൾ തടഞ്ഞ് ആത്മജ്ഞാനം യോഗികൾ പോലെ. ഇന്ദ്രിയങ്ങൾ തടഞ്ഞ്. ഇപ്പോൾ മൂലം ഭാഗവതത്തിനേക്കാൾ എനിക്കിത് ഇൻട്രസ്റ്റ് ആയിട്ട് തോന്നും. കാരണം എന്താ? സരസമായ വാക്കുകളെ കൊണ്ട് സാധാരണക്കാരൻ്റെ ജീവിത വൃത്തിയോട് അനുബന്ധമുള്ള ഉപമകൾ ചേർത്ത് പിടിച്ചിട്ടാണ്. അപ്പോൾ ഇന്ദ്രിയങ്ങൾ തടഞ്ഞ് ആത്മജ്ഞാനം യോഗികൾ. അപ്പോൾ ഇന്ദ്രിയങ്ങളെ ബഹിഷ്കരിക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കണം. കയ്യും കാലും മുറിച്ച് കളയണമെന്നല്ല കേട്ടോ പറഞ്ഞത്. അത് ഈശ്വരീയ കാര്യങ്ങൾക്ക് ഉപയോഗിക്കുക. കയ്യ് വന്ദനം, കാല് പ്രദക്ഷിണം, ശിരസ് നമസ്കരിക്കാൻ, തലമുട്ടാൻ, കണ്ണ് പുരാണങ്ങൾ വായിക്കാൻ, നാസിക ഭഗവാന്റെ പ്രസാദം തുളസി മണക്കാൻ, ചെവി ഭഗവാന്റെ കഥകൾ കേൾക്കാൻ, നാവ് പ്രസാദം രുചിക്കാനും വായിക്കാനും. ഇതൊന്നും ഇല്ലാണ്ട് മറ്റുള്ളവർക്ക് ദോഷം ചെയ്യുന്ന കാര്യങ്ങളൊന്നും ചെയ്യരുത്. അപ്പോൾ ഇന്ദ്രിയങ്ങൾ തടഞ്ഞ് ആത്മജ്ഞാനം യോഗികൾ പോലവേ. അപ്പോൾ ഒരു 8, 10, 12 വയസ്സിൽ ശ്രദ്ധിച്ചാൽ ഇതൊക്കെ നമുക്ക് പരീക്ഷിക്കാൻ പറ്റും. കാർനീങ്ങി മിന്നി വിൺതട്ടിലെങ്ങും നക്ഷത്ര പങ്ക്തികൾ. മഴക്കാലത്ത് ആകാശത്ത് ആരെ കാണാൻ പറ്റില്ല? നക്ഷത്രങ്ങളെ കാണാൻ പറ്റില്ല. കാർ നീങ്ങി മിന്നി വിൺതട്ടിലെങ്ങും നക്ഷത്ര പങ്ക്തികൾ കൂട്ടം കൂട്ടമായിട്ട് തെളിയും ശുദ്ധചേതസ്സിൽ പരമാർത്ഥങ്ങൾ പോലവേ. പരമാർത്ഥങ്ങൾ മനസ്സിലെപ്പോഴാ മിന്നി വിളങ്ങുക? ആഗ്രഹാഭിലാഷങ്ങൾക്ക് ഇടാൻ സാധിക്കുമ്പോൾ. അത് വേണം ഇത് വേണമെന്നുള്ള പ്രശ്നമേ വരില്ല. യഥോ രാജ തഥോ പ്രജ. ജസ്റ്റ് നീഡ്സ്. അതാണ്. കാർ നീങ്ങി മിന്നി വിൺതട്ടിലെങ്ങും നക്ഷത്ര ഭക്തികൾ തെളിയും ശുദ്ധചേതസ്സിൽ പരമാർത്ഥങ്ങൾ പോലവേ. ഉൾത്താപം ആത്മവിജ്ഞാനം പോലെ പാരിന്നു നീക്കിനാൻ. ഉൾത്താപം മനസ്സിലുള്ള വിഷമങ്ങൾ ആത്മവിജ്ഞാനം പോലെ പാരിന്നു നീക്കിനാൻ. ഉൾത്താപം നമ്മൾ നീക്കണം. എന്തിന്? പരമാത്മ ചൈതന്യത്തിന് വലസാൻ. എന്തിന്? പ്രീതികരമായിട്ട് ജീവിക്കാൻ. മനസ്സ് സങ്കീർണങ്ങളായ അബദ്ധജടിലമായ അവസ്ഥകളെ മാറ്റി നിർത്തിയാൽ മാത്രമേ പ്രീതികരമായിട്ട് ജീവിക്കാൻ പറ്റുള്ളൂ. ഒരു സഹോദരൻ സഹോദരിമാർക്ക് വേണ്ടി ചെയ്യാൻ സാധിക്കുന്ന കാര്യങ്ങൾ ചെയ്യാതെ കണ്ട കാമുകിക്ക് ചെയ്താൽ അപരാധ. ഇതിപ്പോൾ എത്ര ആൾ സമ്മതിക്കുമെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കണം. അപ്പോൾ കാർ നീങ്ങി അതെ ഉൾത്താപം ആത്മവിജ്ഞാനം പോലെ പാരിന്നു നീക്കിനാൻ. ഉൾത്താപങ്ങളെ നമ്മൾക്ക് നീക്കണം ആത്മവിജ്ഞാനത്തിന്. ശരചന്ദ്രൻ ഗോപികമാർ കമ്പാടി പൈതൽ പോലെയും. അപ്പോൾ പാരിന് നീക്കിനാൻ ശരചന്ദ്രൻ. ഈ നിലാവ് ആർക്ക് വേണ്ടിയിട്ടാണ്?
ഗോപികമാർക്ക് അമ്പാടി പൈതൽ പോലെയും, ഗോപികമാർക്ക് അമ്പാടി പൈതൽ പോലെയും. ആരാ? ശ്രീകൃഷ്ണനെ പോലെ എന്നർത്ഥം. നക്ഷത്രങ്ങളോടും വിണ്ണിൽ വാർത്തിങ്കൾ പരിപൂർണനായി. നക്ഷത്രങ്ങളോടും വിണ്ണിൽ, ആകാശത്ത്, വാർത്തിങ്കൾ പരിപൂർണനായി. അതായത് ഈ നക്ഷത്രങ്ങളുടെ നാഥനാണ് ചന്ദ്രൻ. അപ്പോൾ ചന്ദ്രൻ്റെ ഭാര്യമാരാണ് നക്ഷത്രങ്ങൾ. ഇതൊക്കെ മനസ്സിലാക്കണം. അപ്പോൾ നക്ഷത്രങ്ങളോടും വിണ്ണിൽ വാർത്തിങ്കൾ, ഭാര്യമാരോടുകൂടി ചന്ദ്രൻ പരിപൂർണനായി. വിളങ്ങി മണ്ണിൽ വാർഷ്ണേയന്മാരോടും ശൗര്യ പോലവേ. വൃഷ്ണികുലജാതനായിരിക്കുന്ന ഭഗവാൻ വൃഷ്ണികളോടൊത്ത് വിളങ്ങി. ഒറ്റയ്ക്കല്ല, കുടുംബക്കാർ വേണം. മന്ദാരവാർമണി തന്നലേറ്റുമോദിച്ചു സർവരും. ശ്രദ്ധിക്കുക, മന്ദാരവാർമണി തന്നലേറ്റുമോദിച്ചു സർവരും. മുകുന്ദനെ മനക്കാമ്പാൽ പുൽകും ഗോപികൾ പോലെ. ഞാനവിടെ നിർത്തുക, കാരണം പല സ്ഥലത്തുനിന്നും ശബ്ദകോലാഹലം കേൾക്കാൻ തുടങ്ങി. അതായത് ടി വിയുടെ നമ്മുടെ കൺട്രോളിലല്ലല്ലോ അത്. അപ്പോൾ മന്ദാരവർമണി തെന്നൽ, താമരകളിൽ നിന്നും മന്ദാരങ്ങളിൽ നിന്നും തെച്ചി, പറഞ്ഞില്ലേ പിച്ചി, അങ്ങനെയുള്ള പിച്ചിലല്ല, പിച്ചി മുല്ലയുടെ ഒരു വകഭേദമുണ്ട്. അപ്പോൾ മന്ദാരവർമണി തന്നിലേറ്റുമോദിച്ചു സർവരും. മുകുന്ദനെ മനക്കാമ്പാൽ പോകും ഗോപികൾ പോലവേ. പുരുഷന്മാരെക്കാൾ ജാസ്തി ഭക്തി, സംശുദ്ധ ഭക്തി സ്ത്രീകൾക്കാണ്, പ്രത്യേകിച്ച് ഗോപസ്ത്രീകൾക്ക് എന്ന് പറഞ്ഞുകൊണ്ട് വാക്കുകൾക്ക് വിരാമമിടുന്നു. ഏവർക്കും ശ്രീഹരിയുടെ അനുഗ്രഹാശസ്സുകൾ നിർലോഭം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ എപ്പിസോഡിൻ്റെ അവസാനം എത്ര ആൾ കേൾക്കുന്നുണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷേ ഒരു റിക്വസ്റ്റ് ഉണ്ട്. ഇത് നിങ്ങൾക്ക് കുറച്ച് ആൾക്കാർക്ക് ഉപകാരപ്പെടുന്ന പോലെ നിങ്ങൾ നിങ്ങളുടെ ബന്ധുമിത്രാദികൾക്കും നല്ല ഫ്രണ്ട്സിനും ഈ ലിങ്ക് ഷെയർ ചെയ്ത് ഇങ്ങനെ ഒന്ന് കേൾക്കാൻ പ്രേരിപ്പിച്ചാൽ എനിക്ക് നിങ്ങളിൽ നിന്ന് 1/6 എങ്ങനെ ലാഭം കിട്ടും. കാശിൻ്റെ കാര്യമല്ല കേട്ടോ, അനുഗ്രഹം, ബ്ലെസ്സിങ് വേണമെങ്കിൽ, നിങ്ങൾക്ക് ബ്ലെസ്സിങ് വേണമെങ്കിൽ മറ്റുള്ളവരെ ഒന്ന് ഇൻഡ്യൂസ് ചെയ്യാം. ഇന്ന് ഞാൻ 5 ആളോട് പറഞ്ഞു, ഒരാളെ എന്ത് ചെയ്തുള്ളൂ, സബ്സ്ക്രൈബ് ചെയ്തുള്ളൂ. 5 ആൾക്ക് ഞാൻ മെസ്സേജ് ചെയ്തു. ഞാൻ എന്താ വെച്ചിട്ടുണ്ടോ, ഞാനും കുറേ പഠിക്കാൻ തുടങ്ങിയപ്പോൾ ആദ്യം ലിങ്ക് അയക്കില്ല ഞാൻ. എന്തിനാ നമ്മൾ വെറുതെ ഒരാളുടെ വിഷമം, അല്ലെങ്കിൽ അവർ കേട്ടില്ല കണ്ടില്ല എന്നൊക്കെ. അപ്പോൾ ഞാൻ പറയും, ഞാനൊരു അമേച്ചർ ആചാര്യനാണ്, എനിക്കൊരു യൂട്യൂബ് ഉണ്ട്, ഞാൻ ലിങ്ക് അയക്കട്ടെ, എസ് എന്ന് പറഞ്ഞാൽ അയക്കാം. അപ്പോൾ ചിലവർ അയക്കൂന്ന് പറഞ്ഞു, യെസ് എന്ന് പറഞ്ഞു. 5 ആൾ, ഒരാളെ ചെയ്തിട്ടുള്ളൂ, സാരമില്ല. അപ്പോൾ ഇതൊക്കെ ഒരു ടെക്നിക്കാണ്, മനസ്സിലായില്ലേ? കാരണം ഇത് കൂടുതൽ ആൾക്കാരിൽ എത്തിക്കാൻ സാധിച്ചാൽ കുറേ കൂടി ആൾക്കാർക്ക് ശാന്തിയും സമാധാനവും ഉണ്ടാവും. അപ്പം നിങ്ങൾ മുഖാന്തരം കുറച്ച് ആൾക്കാർക്ക് ശാന്തി ഉണ്ടായി വിചാരിച്ചാൽ അതിൻ്റെ കൂടെ നിങ്ങൾക്കുണ്ട്, മനസ്സിലായില്ലേ? അത്ര മാത്രം. ഏവർക്കും ശ്രീഹരിയുടെ അനുഗ്രഹാശസ്സുകൾ നിർലോഭം ഉണ്ടാവട്ടെ എന്ന് വീണ്ടും വീണ്ടും പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു. നമസ്കാരം, നാളെ കാണാം.